വിശ്വാസത്തിന്റെ നിറക്കാഴ്ചയായി ബൊമ്മക്കൊലു ഒരുക്കി നവരാത്രി ആഘോഷത്തെ വരവേൽക്കുകയാണ് കണ്ണൂർ തളിപ്പറമ്പും. തളിപ്പറമ്പ് എന്ന പഴയ പെരിഞ്ചെല്ലൂരിന്റെ ചരിത്രവും സംസ്കാരവും വിളിച്ചോതിക്കൊണ്ടാണ് ബൊമ്മക്കൊലു ഉത്സവം തന്നെ നവരാത്രിയോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. പെരിഞ്ചെല്ലൂർ സംഗീത സഭ സ്ഥാപകൻ കൂടിയായ വിജയ് നീലകണ്ഠനാണ് 1000-ലേറെ ബൊമ്മക്കൊലുകൾ ഒരുക്കി സംസ്കാരത്തെ ചേർത്ത് പിടിക്കുന്നത്. വെറും പ്രദർശനത്തിനു വേണ്ടിയല്ല, ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഭാരതത്തിന്റെ സംസ്കാരം തന്നെ ആഘോഷിക്കുന്ന തരത്തിലാണ് തളിപ്പറമ്പിലെ പി നീലകണ്ഠയ്യർ സ്മാരക മന്ദിരത്തിൽ ബൊമ്മക്കൊലു ഉത്സവം ഒരുക്കിയിരിക്കുന്നത്. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി പരമ്പരാഗത ശൈലിയോടൊപ്പം പുതുതലമുറയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിൽ പ്രമേയം അനുസരിച്ചാണ് ബൊമ്മക്കൊലുവിന്റെ സജ്ജീകരണം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചാണ് സുപ്രധാനമായ ഓരോ ബൊമ്മക്കൊലുവും പെരിഞ്ചെല്ലൂർ സംഗീത സഭയുടെ സ്ഥാപകൻ കൂടിയായ വിജയ് നീലകണ്ഠൻ കണ്ടെത്തിയത്. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പെരിഞ്ചെല്ലൂർ എന്ന ഗ്രാമത്തിന്റെ പഴയ പ്രൗഢി വീണ്ടെടുക്കുക. പെരിഞ്ചെല്ലൂർ എന്ന ഗ്രാമത്തിൽ ഇതൊക്കെ ഉണ്ടായതാണ്. ദ കൾച്ചറൽ ക്യാപിറ്റൽ കേരളത്തിന്റെ പെരിഞ്ചെല്ലൂറായിരുന്നു. അപ്പോൾ അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു കർണാട്ടിക് മ്യൂസിക്കിലേക്ക് കൂടി നമ്മൾ പെരിഞ്ചെല്ലൂർ സംഗീത സഭ തുടങ്ങിയത്. രണ്ട്, ഈ ബൊമ്മക്കൊലു എന്ന് പറയുന്നത് തമിഴ് ബ്രാഹ്മണരുടെ ആചാരപ്രകാരമുള്ളതാണ്. അറൗണ്ട് ഒരു 270 കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിന്ന് ചുരുങ്ങി വെറും 3 കുടുംബമായി മാറി. അപ്പോൾ നമ്മുടെ ആചാരങ്ങൾ വിട്ടു പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൊമ്മക്കൊലുവിന് വീണ്ടും ഞാൻ 2023 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. രാമായണം, മഹാഭാരതം എന്നിവയിലെ പ്രധാന കഥാസന്ദർഭങ്ങൾ, പുരാണം, വേദങ്ങൾ, ഗുരുകുല വിദ്യാഭ്യാസം തുടങ്ങി നിരവധി ബൊമ്മക്കൊലുകൾ ഇവിടെ എത്തുന്നവർക്ക് കാണാം. കാലം മാറിയാലും നാം ചേർത്തു പിടിക്കേണ്ട ഭക്തിയും സംസ്കാരവുമെല്ലാം ഈ ബൊമ്മക്കൊലു ഉത്സവത്തിലൂടെ ഇദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ജനം, കണ്ണൂർ.